ക്രിസ്മസ് ഒക്കെ അല്ലേ എന്താ പരിപാടിയും ചോദിക്കുന്നതിനോട് നമുക്കിതൊക്കെ തന്നെ പരിപാടി എന്താ സാധാ ഒരു ഡേ പോലെ തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല കേട്ടോ. അതിപ്പം പ്രായവിധായതിൻ്റെ ആണോ വലുതായി പോയതിൻ്റെ ആണോ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഇപ്പം നമ്മൾ സ്കൂളിൽ കോളേജിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് 10 ദിവസം ഒരു അവധി കിട്ടില്ല. അപ്പോൾ പിന്നെ ആ ഒരു ക്രിസ്മസ് വെക്കേഷൻ എന്നൊരു സാധനം നമ്മുടെ മൈൻഡിലേക്ക് കയറും കളിച്ചിരിച്ചൊക്കെ അങ്ങനെയെങ്കിൽ കിടക്കും. ഇതിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. ക്രിസ്മസിൻ്റെ ഒരു ഫീലും തോന്നുന്നില്ല. പിന്നെ എല്ലാ കൊല്ലവും അപ്പുറത്തെ വീട്ടിലെ ചേച്ചി നമുക്ക് കേക്ക് കൊണ്ട് തരാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു സംഭവം ക്രിസ്മസ് അല്ലേ എന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് കേക്ക് കൊണ്ട് തന്നേ ആ ഒരു സംഭവം ഇങ്ങനെ വരും. അല്ലാണ്ട് ക്രിസ്മസിൻ്റെ ഒരു ഫീലും ഇല്ലടോ. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കറിയില്ല. സാധാരണ കേൾക്കുന്നു, കുറേ സാധനങ്ങൾ മേടിക്കാൻ പോയി, കാപ്പി കുടിക്കുന്നു, ഇതൊക്കെ തന്നെ. പിന്നെ നമുക്ക് ചിറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ അടുത്ത് കഥയൊക്കെ പറഞ്ഞ് കേക്കൊക്കെ തിന്ന് അങ്ങനെ ഇരുന്നു. പിന്നെ എന്താ ഉച്ചത്തേക്കുള്ള ഫുഡ് നമുക്ക് ചീരയും മുട്ടയും സാമ്പാറൊക്കെ തന്നെ ആയിരുന്നു. അല്ലാണ്ട് സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ആയിട്ടൊരു മോശമല്ല ഒരു നോണൊക്കെ വെച്ച് കഴിച്ചില്ലെങ്കിൽ. അപ്പോൾ പിന്നെ ഉച്ചത്തേക്ക് ആയില്ല. പിന്നെ രാവിലെ ഉള്ളത് കൂട്ടിയൊക്കെ രാവിലെ അല്ല ഉച്ചയ്ക്കുള്ളത് കൂട്ടിയൊക്കെ കഴിച്ച് പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞങ്ങ് എണീറ്റു. പിന്നെ എന്താണെന്ന് ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും കിടന്ന് ഉറങ്ങുമായിരുന്നു. കാരണം അത്രയ്ക്ക് ബോറടിയായിരുന്നു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എനിക്ക് പിന്നെ നമ്മൾ ചിക്കൻ വെക്കാനുള്ള പരിപാടിയിലേക്ക് പോയി. അങ്ങനെ അടുപ്പിലാണ് ഉണ്ടാക്കിയത്. എനിക്കിങ്ങനെ അടുപ്പിലുണ്ടാക്കുന്നതാണ് ഇഷ്ടം. കാരണം അടുപ്പിൽ വെക്കുന്നതും നമ്മൾ ഗ്യാസ് വെക്കുന്നതിനും പ്രത്യേക ടേസ്റ്റിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടില്ല. അങ്ങനെയാണെന്നൊരു നിർബന്ധമില്ല കേട്ടോ. പിന്നെ ചിക്കനൊക്കെ സെറ്റാക്കി. പിന്നെ ചിക്കനൊക്കെ വെച്ചങ്ങ് വാങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ബോറടിയാണ്. അപ്പോൾ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ തൊടുപുഴയ്ക്കൊക്കെ പോയിട്ട് ഈ പരിപാടി കഴിഞ്ഞിട്ട്. പക്ഷേ തൊടുപുഴയ്ക്ക് ചെന്നപ്പോൾ എല്ലാ കടകളൊക്കെ അടച്ചിട്ടേക്കാണ്. മൊത്തം എന്താ ഒരു ശോകമുഖമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന തൊടുപുഴയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അറിയില്ല. അപ്പോൾ ഈ കൊല്ലത്തെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ തീർന്നു. ഇനി അടുത്ത കൊല്ലം എങ്ങനെയാണോ എന്തോന്നും അറിയില്ല. പിന്നെ അവിടെ പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ പയ്യെ നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ അതൊക്കെയുള്ളൂ ക്രിസ്മസ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ ടാറ്റാ.